കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ ധാക്കയിൽ നാം കണ്ട കലാപം ഷേഖ് ഹസീനെ പുറത്താക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ആ കലാപത്തിനൊരു ശമനം വന്നു എന്ന് കരുതിയിടത്താണ് വീണ്ടും ഹിന്ദുക്കൾക്ക് നേരെയും മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ഇപ്പോൾ വീണ്ടും കലാപകാരികൾ ഇല്ലെങ്കിൽ പ്രക്ഷോഭകർ തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു സമരമാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തി ജില്ലകളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി, നമ്മുടെ ത്രിപുരയിലുമുണ്ടായി. അതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ, അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പിന്നിൽ ഇന്ത്യയാണെന്നും അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഉള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. മറ്റ് പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് വിളിക്കുന്നത്. ഇത് നമ്മൾ പലയിടത്തും കണ്ടതാണ്. ഈ പാകിസ്ഥാനിൽ ഒരു ഇടക്കാലത്ത് അത്തരത്തിലായിരുന്നു. ഈ തീവ്രവാദികളും മതമൗലികവാദികളും നടത്തുന്ന പ്രകടനങ്ങളിലെല്ലാം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചിരുന്നത്. അതായത് ഇന്ത്യക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ച് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് കൂടെ നിർത്തുക എന്നൊരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ മതമൗലികവാദി സംഘടനകളും ഇപ്പോൾ ഈ പ്രക്ഷോഭം നടത്തിയ ചില സംഘടനകളും നീങ്ങുന്നത്. അത്തരത്തിൽ തന്നെയാണ് തങ്ങളുടെ ജീവൻ രക്ഷിക്കണം, തങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള പ്ലക്കാർഡുകളും മറ്റും ഏന്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടത്തും നടക്കുന്നത്. അതിന് കാരണമായത് ഈ വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കത്തിനോട് അനുബന്ധിച്ച് നടന്ന പ്രതിഷേധം, പിന്നീട് നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ. ഇത് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ ഭരണം മാറി വരുന്നു, അവിടുത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഒന്നിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ചൊരു പ്രകടനം സ്വാഭാവികമായും സംഭവിക്കുന്ന ഒന്നായി തന്നെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.